ഡൽഹി സർവകലാശാല നൽകിയ അപ്പീലിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദമെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ നൽകാനായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ആ കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡിഗ്രി പാസ്സായത് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഒരു വ്യക്തിയുടെ ബിരുദം, മാർക്ക്, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയൊക്കെ സ്വകാര്യ വിവരങ്ങളാണെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നു. വിവരാവകാശ നിയമത്തിന്റെ പരിധിക്ക് പുറത്താണ് ഇവയെന്നും ജസ്റ്റിസ് സച്ചിൻ ദത്ത വ്യക്തമാക്കി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനാണ് വിവരാവകാശ നിയമം. ഉദ്യോഗജനകമായ അവസരങ്ങൾക്കുള്ള തീറ്റയല്ലത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരു പൊതു താൽപര്യവുമില്ല. അധികാരത്തിലാണെന്നത് കൊണ്ട് മാത്രം എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നുമില്ല. നാളെ വെറും താൽപര്യം മാത്രം മുൻനിർത്തി പോലും പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ തേടിയുള്ള അപേക്ഷകളുടെ പ്രവാഹമായിരിക്കും ഹർജി അനുവദിച്ചാലുള്ള ഫലം. വിവരാവകാശ നിയമപ്രകാരം 20 വർഷം മുമ്പുള്ള വിവരങ്ങളായതിനാൽ നിർബന്ധമായും പുറത്തുവിടണമെന്ന വാദവും കോടതി തള്ളി. ആധാർ കേസിനെ തുടർന്ന് വ്യക്തിയുടെ സ്വകാര്യത മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടതാണ്. 20 കൊല്ലം കഴിഞ്ഞു എന്നതുകൊണ്ട് സ്വകാര്യ വിവരങ്ങളുടെ ഭരണഘടനാപരമായ സംരക്ഷണം ഇല്ലാതാകുന്നില്ലെന്നും അപ്പീൽ അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത പുറത്തുവിടാൻ CBSEക്കാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. 10-12 ക്ലാസ് പരീക്ഷ സ്മൃതി ഇറാനി പാസ്സായിട്ടുണ്ടോ എന്നതറിയിക്കാൻ നൽകിയ നിർദ്ദേശമാണ് റദ്ദാക്കിയത്. ഔദ്യോഗിക പദവി വഹിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നത് നിയമപരമായ ആവശ്യവുമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് 2017 തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ്. എന്നാൽ വിവാദമുണ്ടായ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടേതെന്ന് അവകാശപ്പെട്ട് ഡൽഹി സർവകലാശാലയിലെ ബിരുദത്തിൻ്റെയും ഗുജറാത്ത് സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദത്തിൻ്റെയും പകർപ്പ് BJP പുറത്തുവിട്ടിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.